കാഞ്ചി കാമാക്ഷേ നമ മധുര മീനാക്ഷേ നമ കാശവിശാലാക്ഷേ നമ ദേവ്യൈ നമ സ്യാനന്ദൂരപുരത്തിലെത്തിയകമേ ഹാ നീ തെളിഞ്ഞാടിടും സദാ നേരം നിൻ തിരുനാമമങ്ങൊരുവിടും സൽഭക്തരെങ്ങുമേ തീയും കൂട്ടികലങ്ങളിൽ മധുരമാമന്നം പജിപ്പോർക്കയെ നീ താനെന്നുമൊരാശ്രയം സുഹൃതിയാം എന്നാറ്റുകാലീശ്വരീ ദേവീ ശരണമമ്മേ ആറ്റുകാലമ്മേ ശരണം ദേവീ ശരണമമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധം ചതുർത്ഥാധ്യായം സുകന്യാചരിതം അവലോകനം ചെയ്തുകൊണ്ടുവരുന്നു. രവിപുത്രന്മാരായിട്ടുള്ള അശ്വിനി ദേവന്മാരെ കാട്ടിൽ വെച്ച് എതിർച്ചയ സുകന്യയെ കാണുന്നതും അവളോട് ആരുടെ പുത്രിയാണ് കാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാനുള്ള കാരണം എന്താണ് മുതലായിട്ടുള്ള കുശലപ്രശ്നങ്ങൾ അന്വേഷിക്കുന്നതുമായിട്ടുള്ള ഭാഗങ്ങളാണ് ഇന്നലെ അവലോകനം ചെയ്ത് നിർത്തിയത്. അശ്വിനി ദേവന്മാരുടെ വാർത്തകളെ കേട്ട് ലജ്ജാവതിയായിട്ടുള്ള സുകന്യ അവരോട് പറഞ്ഞു, ശര്യാതി മഹാരാജാവിൻ്റെ പുത്രിയാണ് ഞാൻ. ഈ വനത്തിൽ തപസ് ചെയ്യുന്നതായിട്ടുള്ള ചവന ഋഷിയുടെ പത്നിയാണ്. അച്ഛൻ എന്നെ യാദൃച്ഛികമായിട്ടാണ് അദ്ദേഹത്തിന് വിവാഹം കഴിച്ച് നൽകിയത്. ഹേ ദേവന്മാരെ, എൻ്റെ ഭർത്താവ് അന്ധനും വൃദ്ധനുമായിട്ടുള്ള ഒരു താപസനാണ്. ഞാൻ അഹോരാത്രം അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാനായിക്കൊണ്ട് അദ്ദേഹത്തിനെ പരിചരിച്ചു വരുന്നു. നിങ്ങൾ രണ്ടുപേരും ആരാണ്, എന്തിനാണ് ഇവിടെ വന്നത്? എൻ്റെ ഭർത്താവിനെ കാണണമെങ്കിൽ അദ്ദേഹം ആശ്രമത്തിലുണ്ട്. നിങ്ങൾ അവിടെ വന്ന് ആശ്രമം പരിശുദ്ധമാക്കിയാലും എന്നൊക്കെ സുകന്യ പറഞ്ഞത് കേട്ട് അശ്വിനി ദേവന്മാർ അവളോട് ചോദിച്ചു, അച്ഛൻ നിന്നെ ആ താപസിക്ക് കൊടുക്കാൻ എന്താ കാരണം? നീ ദേവാംഗനകളുടെ കൂട്ടത്തിൽ പോലും നിനക്ക് തുല്യമായിട്ടുള്ള ഒരുവളെ ഞങ്ങൾ കണ്ടിട്ടില്ല. ദിവ്യ ആഭരണങ്ങൾ, ഭൂഷണങ്ങൾ, വസ്ത്രങ്ങളൊക്കെ ധരിക്കേണ്ടവളാണ് നീയെ. പക്ഷേ ഇതാ ഈ മരവുരിയൊക്കെ ഉടുത്തുകൊണ്ട് ഈ കാട്ടിലൂടെ നടക്കുന്നത് നിനക്കൊട്ടും ചേരാത്തതാണ്. വിധിയുടെ ഓരോ ക്രൂര വിനോദങ്ങളാണ് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഈ അന്ധനും വൃദ്ധനുമായിട്ടുള്ള ചവനനെ യൗവനയുക്തിയായിട്ടുള്ള നീയെ വരിച്ചത് തീരെ ശരിയായില്ല. യൗവനമാർന്ന നിന്നെ ബുദ്ധിശൂന്യനായിട്ടുള്ള വിധാതാവ് അന്ധൻ്റെ ഭാര്യയാക്കിയില്ലോ. അങ്ങനെയുള്ള ഒരു വൃദ്ധനോട് ചേരേണ്ടവളല്ല സുന്ദരിയായിട്ടുള്ള നീയെ. അതുകൊണ്ട് നീയെ നല്ല യൗവനയുക്തനും ശക്തിയൊക്കെയുള്ള നല്ലൊരു രാജകുമാരനെ അല്ലെങ്കിൽ വേറൊരു പുരുഷനെയാണ് വരിക്കേണ്ടത്. കണ്ണു കാണാൻ വയ്യാത്ത ഒരു മുനിയെ ഭർത്താവായി ലഭിച്ച് നിൻ്റെ ജീവിതം വ്യർത്ഥമായി. ഈ വനവാസവും ഈ മരപുരിയും നിനക്ക് യോജിച്ചതാണ് എന്ന് ഞങ്ങൾ വിചാരിക്കണില്ല. അതുകൊണ്ട് നല്ലതുപോലെ ആലോചിച്ച് ഞങ്ങൾ ഈ രണ്ടുപേരിൽ ഒരാളെ നീ ഭർത്താവായിട്ട് സ്വീകരിക്കുക.
അന്ധനും വൃദ്ധനുമായിട്ടുള്ള ആ മുനിയെ പരിചരിച്ച നീ നിൻ്റെ ജീവിതത്തിനെ വെറുതെയാക്കി കളയരുത്. ശരീരത്തെ പോഷിപ്പിക്കാനും രക്ഷിക്കാനും കഴിവില്ലാത്തവനും ഭാഗ്യഹീനനുമായ ഒരുവനെയാണ് നീ സേവിക്കുന്നത്. സുഖങ്ങളെല്ലാം വെടിഞ്ഞ മുനിയെ വേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങളിൽ ഒരാളെ നീ വിവാഹം കഴിക്കൂ. നിനക്ക് നന്ദനത്തിലും ചൈത്രരഥ ഉദ്യാനത്തിലും യഥേഷ്ടം വിഹരിക്കാം. അന്ധനും വൃദ്ധനുമായ ഒരുവനോടുകൂടി എങ്ങനെയാണ് നീ കാലം കഴിക്കുക? നീ ഒരു രാജകുമാരിയാണ്, ശുഭലക്ഷണങ്ങളുണ്ട്. പ്രപഞ്ചത്തിലെ സുഖങ്ങളെപ്പറ്റി നീ അറിയുന്നവളാണ്. അതുകൊണ്ട് ഭാഗ്യം കെട്ടവളെപ്പോലെ ഈ വനത്തിൽ, വിജനമായിട്ടുള്ള ഈ വനത്തിൽ ഒരു പ്രയോജനവുമില്ലാതെ എന്തിനാ ഈ കാലം കഴിക്കുന്നത്? ഞങ്ങളിൽ ആരെങ്കിലും ഒരാളെ നീ വരിച്ചാൽ നിനക്കിതാ സ്വർഗലോക സുഖങ്ങൾ അനുഭവിക്കാൻ കഴിയും. നന്ദനം, ചൈത്രരഥം മുതലായിട്ടുള്ളവയൊക്കെ ദേവലോകത്തിലെ ഉദ്യാനങ്ങളുടെ പേരാണ്. അതാണ് ഇവിടെ അശ്വിനി ദേവന്മാർ പറഞ്ഞത്, അവിടെയൊക്കെ വിഹരിക്കാം എന്ന് പറഞ്ഞത്. ഈ വനത്തിൽ എന്താ ഒരു സുഖമായിട്ടുള്ളത്? ഈ വിജനമായിട്ടുള്ള വനത്തിൽ അന്ധനും വൃദ്ധനും ഒത്ത് ജീവിക്കുന്നത് കൊണ്ട് എന്താ ഒരു സുഖം കിട്ടുക? സുഖഭോഗങ്ങൾ കൊതിക്കുന്നത് നവയൗവനം എന്നിവയെ പാഴാക്കാതെ കണ്ട് ഇതായി ജലവും ഫലങ്ങളും ശേഖരിച്ചുകൊണ്ട് ഒരു വൃദ്ധനെ ശുശ്രൂഷിച്ചുകൊണ്ട് തൻ്റെ ജന്മത്തെ പാഴാക്കാതെ കണ്ട് ഞങ്ങളിൽ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ വരിച്ച് ദേവലോകത്ത് സുഖമായി കഴിയണം എന്നതാ അവർ പറയുകയാണ്. അങ്ങനെ അവളോട് അശ്വിനി ദേവന്മാർ അവൾ ആരാണ് എന്ന് മനസ്സിലാക്കി പറയുന്നതോടുകൂടിയാണ് ഇവിടെ ഈ 4-ാമത്തെ അധ്യായം പരിസമാപിക്കുന്നത്. സുകന്യയുടെ ചരിതം, ആ കഥകൾ വീണ്ടും 5-ാമത്തെ അധ്യായത്തിൽ തുടർന്നു പോകുന്നുണ്ട്. ഇന്ന് ഇവിടെ തന്നെ നിർത്തി ആ ഭാഗങ്ങളെ നമുക്ക് നാളെ അവലോകനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.